ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ലൈൻസ് ബൈ കൃഷ്ണജ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കാശ്മീരിലേക്കുള്ള യാത്രയിലാണ്. 2020 ജനുവരിയിലാണ് ഞാൻ ജമ്മുവിലെത്തിയത്. പക്ഷേ ഈ അടുത്ത് കിടക്കുന്ന കാശ്മീരിൽ ഞാൻ പോകുന്നത് 2025 എൻഡിങ്ങിലാണ്. പണ്ട് ശ്രീനിവാസൻ സാർ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. രാവിലെ 9:45 ബഡിബ്രാഹ്മണിയിലെ ജല്ലോച്ചക്കിൽ നിന്ന് ഓട്ടോയിൽ കയറി. 9:55 കുഞ്ച്വാനിയിലെത്തി. അവിടെ നിന്ന് വീണ്ടും ഓട്ടോ എടുത്ത് ജീവനിൽ 10:25 എത്തി. ടോട്ടൽ 320 രൂപ മാത്രമേ ആയുള്ളൂ. അവിടെ നിന്ന് ബനിഹാളിലേക്ക് വണ്ടി കയറി. 10:35 വണ്ടി എടുത്തു. ഒരാൾക്ക് ബനിഹാളിലേക്ക് 200 രൂപയാണ് പറഞ്ഞത്. പിന്നെ കുറച്ചുനേരം പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. ഏകദേശം 12 മണിയായപ്പോൾ ഉധംപൂർ ഹൈവേയിലെത്തി. കുറച്ചുനേരം പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്നു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. उधमपुर हाईवे मेन उधमपुर सेंटर वाला से नहीं है. പന്ത്രണ്ടരയാകുമ്പോഴേക്കും ചനാനി എത്തിയിരുന്നു. ഇനി അടുത്ത യാത്ര ചനാനി നഷി ടണലിലൂടെയാണ്. ചനാനി നഷി ടണൽ അല്ലെങ്കിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും അറിയപ്പെടുന്നു. ഉധംപൂരിലെ ചനാനി മുതൽ റംബാനിലെ നഷി വരെ ഇന്ത്യയുടെ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നാണിത്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ NH-44 സ്ഥിതി ചെയ്യുന്ന ഈ തുരങ്കം ജമ്മുവിനെയും കാശ്മീരിനെയും വർഷം മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക വഴിയായി മാറിയിരിക്കുന്നു. 9.28 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ടണൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലായിരുന്നു. 2017 നരേന്ദ്രമോദിജി ഇത് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് ഇത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഈ ടണൽ തുറന്നതോടെ യാത്രാ സമയം ഗണ്യമായി കുറഞ്ഞു. इससे ना पटनी टॉप वगैरह नहीं जाना पड़ेगा, वो सारा डिस्टेंस कम हो जाता है. 80-90 किलोमीटर शॉर्ट हो जाता है इसकी वजह से डिस्टेंस. 2 മണിക്കൂറിലധികം എടുത്തിരുന്ന യാത്ര ഇന്ന് 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കുന്നു. ഇതോടെ യാത്ര കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാവുകയും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും വലിയ ഉത്തേജനം ലഭിക്കുകയും ചെയ്തു. പത്നി ടോപ്പ് പോലുള്ള ഹിമപാത സാധ്യതയുള്ള അപകടകരമായ പ്രദേശങ്ങൾ ഒഴിവാക്കി ശീതകാലത്തും സുരക്ഷിത യാത്ര സാധ്യമാക്കുന്നു. കാശ്മീരിലെ കൃഷി ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് ആപ്പിൾ പോലുള്ള വേഗത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ തുരങ്കം വലിയ സഹായകമാണ്. സുരക്ഷയുടെ കാര്യത്തിൽ ചനാനി ടണൽ അത്യാധുനിക സംവിധാനങ്ങളിൽ സജ്ജമാണ്. CCTV ക്യാമറകൾ, തീപിടുത്തവും പുകയും തിരിച്ചറിയുന്ന സെൻസറുകൾ, അടിയന്തര രക്ഷാപാതകൾ, ആധുനിക വെന്റിലേഷൻ സിസ്റ്റങ്ങൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തുരങ്കത്തിനുള്ളിൽ ശുദ്ധവായു സഞ്ചരിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദീർഘയാത്രയും സുരക്ഷിതമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ സുരക്ഷിതമായി നിർത്താനും യാത്രക്കാരെ ഒഴിപ്പിക്കാനും പ്രത്യേക സൗകര്യങ്ങളുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. മലകൾ വെട്ടിമാറ്റുന്നതും പ്രകൃതിദൃശ നശിപ്പിക്കുന്നതും പരമാവധി കുറച്ചാണ് ടണൽ നിർമ്മാണം നടത്തിയത്. ഇതിലൂടെ പരിസ്ഥിതിക്ക് കുറഞ്ഞ ദോഷം വരുത്തി ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ചനാനി നഷി ടണൽ ഒരു ഗതാഗത മാർഗം മാത്രമല്ല, അത് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെയും എഞ്ചിനീയറിംഗ് കഴിവിൻ്റെയും പ്രതീകമാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുകയും ദൂരപ്രദേശങ്ങളിലെ ജനജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അഭിമാനകരമായ പദ്ധതി കൂടിയാണ്. ജമ്മു കാശ്മീർ മേഖലയെ വർഷം മുഴുവൻ രാജ്യത്തിൻ്റെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്ന ഈ ടണൽ ഇന്ത്യയുടെ വികസന യാത്രയിലെ ഒരു നാഴികക്കല്ലായി എന്നും നിലനിൽക്കും. 2011 നിർമ്മാണം ആരംഭിച്ച ഈ ടണൽ പൂർത്തീകരിച്ചത് 2017 ഏകദേശം 12:28 ടണലിനുള്ളിലേക്ക് കയറി നമ്മൾ 12:43 പുറത്തെത്തിയത്. ഏകദേശം 15 മിനിറ്റ് വേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. കാശ്മീർ ട്രിപ്പിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.